ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കുള്ള പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവസാന തീയതി ഓഗസ്റ്റ് 24 വരെ ആയിരുന്നുവെങ്കിലും ഇത് സെപ്റ്റംബർ 30 വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായി സർക്കാർ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്ന അറിയിപ്പുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന്റെ അർഹതാ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ചില വീടുകളിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിച്ചേരുന്നത്. വിവിധ മേഖലകളിൽ നിന്നും പരാതികൾ പഞ്ചായത്തിലേക്ക് എത്തിയതിന്റെ തുടർച്ചയായാണ് അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത്. അനർഹമായാണ് ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്ന് വ്യക്തമായാൽ പദ്ധതിയിൽ നിന്നും ഗുണഭോക്താക്കളെ മാറ്റുവാനുള്ള തീരുമാനം സർക്കാർ എടുക്കും. ഇതല്ലെങ്കിൽ സ്വമേധയാ പിന്മാറുവാനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നടത്തുന്നത് ഭൗതിക പരിശോധനയാണ്. ഇതിനെ ഭൗതിക നിലവാര പരിശോധനകൾ എന്ന് പറയും. ഇതിലെ 3 പ്രധാന കാര്യങ്ങൾ: നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണ് എങ്കിൽ അതിനോടൊപ്പം ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഇവയെല്ലാമാണ് പ്രധാനമായും സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് മുൻപ് തന്നെയുണ്ട്. ഇതോടൊപ്പം വീടുകളിൽ AC ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താവിനും പെൻഷൻ കൊടുക്കേണ്ടതില്ലെന്നും സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഏറ്റവും ഒടുവിലായി 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള 4 ചക്ര വാഹനങ്ങൾ പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള വീടുകളിലും പരിശോധന കൃത്യമായി നടത്തുമെന്നും ഗുണഭോക്താവിന് ആനുകൂല്യം നൽകേണ്ടതില്ലെന്നും സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഈ 3 കാര്യങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുവാൻ പാടില്ല, മറ്റ് പെൻഷൻ സ്കീമുകളിൽ അംഗത്വവും ഉണ്ടാകുവാൻ പാടില്ല തുടങ്ങിയ മാനദണ്ഡങ്ങളും ഇതിന്റെ ഭാഗമായുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റിവെച്ച് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത്. പുതുതായി പെൻഷന് അപേക്ഷ വെക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ കർശന പരിശോധന കഴിഞ്ഞതിന് ശേഷമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ കൗൺസിലർമാരെ സ്വാധീനിച്ച് ആനുകൂല്യം നേടിയെടുക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ വലിയ പിഴ തന്നെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായി വരും. പരാതി കിട്ടിയ വീടുകളിലായിരിക്കും ഉദ്യോഗസ്ഥർ ആദ്യം പരിശോധനയ്ക്കെത്തുന്നത്. പരിശോധനകൾ വിവിധ മേഖലകളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.